ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അനീഷയുടെ കുട്ടാണെങ്കിൽ ഞാൻ പറയും അനീഷ് ഷാനവാസ് എന്തായി കാണിച്ചു കൊണ്ടിരിക്കുന്നത്, ഷാനവാസ് ഇപ്പോൾ വെറുതെ ഇരിക്കും തന്നെ. മനസ്സിലായി പറഞ്ഞത്? ചിലപ്പോൾ ഷാനവാസ് വെറുതെ ഇരിക്കും സൈഡിൽ. പക്ഷെ ഞാൻ പറയും അനീഷ് ഷാനവാസ് എന്ത് മണ്ട പറഞ്ഞത്. അപ്പൊ ഷാനവാസ് വിചാരിക്കും ഞാൻ മണ്ടനോ, ഞാൻ എന്ത് ചെയ്തു ഇതിന് പറഞ്ഞ മനസ്സിലായി. അപ്പൊ ആ ഒരു ധാരണ മനസ്സിലാവുള്ള ആസ് എ ക്യാപ്റ്റൻ. സിംഗിൾ ക്യാപ്റ്റൻ ആണെങ്കിൽ എനിക്കറിയാം ഞാൻ ഇത് ചെയ്ത് തെറ്റാണ്, ഇത് ചെയ്ത് കറക്റ്റാണ്. പക്ഷെ 3 ക്യാപ്റ്റന്മാർ ഒരുമിച്ച് വന്നപ്പോൾ എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ കുറെ ചിന്തിച്ചു, ഞാൻ എന്തൊക്കെയാണ് ലൈക്ക് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റായി ഞാൻ എന്താ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് ഞങ്ങൾ മുന്നിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വന്ന് പറയും ആർക്ക് വേണമെങ്കിൽ അത് കയറാം, ഞാൻ ഒരു തമാശയാണ് പറയുന്നത്. പക്ഷെ പിന്നെ ഞാൻ സീരിയസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ കത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് മണ്ടത്തോളം പറഞ്ഞുകൊണ്ടിരിക്കണേ, നിങ്ങളൊന്നും അലോ ചെയ്യില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ 3 ആൾക്കാരുടെ ഇതിൽ ഡിഫറെന്റ് ഡിസിഷനുകൾ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ബിക്കോസ് ഇപ്പോൾ ഇതിൻ്റെ പണി കൊടുക്കണോ ഇല്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ ആക്കിയത് നമുക്കൊരു ധാരണയില്ല. ഒരു ക്യാപ്റ്റൻ വരുമ്പോഴാണ് ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ 3 ക്യാപ്റ്റൻ വരുമ്പോൾ എന്തിനാ ആൾക്കാർ നമ്മൾ കേൾക്കും, എന്ത് കോൺഫിഡൻസ് നമ്മൾ ആൾക്കാർ കേൾക്കും. ഞാൻ പറഞ്ഞു ഒരു സെയിം ട്യൂണിൽ ഞാൻ പറഞ്ഞു അതിലാ ജോലി ചെയ്യും. സെയിം ടൂണിൽ ഞാൻ ഡൗൺ ആയിരുന്നില്ല, കേൾക്കുന്ന ആളാണ്. ശരിയാ, ഞാൻ ഡൗൺ ആയിരുന്നില്ല. എനിക്ക് ഇതൊന്ന് കട്ടിട്ടാവും എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ വല്ല ഞാൻ ഇവിടെ നെയിൽസ് കട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്തായാലും നിങ്ങൾ കേൾക്കാൻ വന്നത് അടിപൊളിയാണ്. എനിക്ക് നല്ല ഒരു സാധനം ഫീൽ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാൻ തന്നെ കുഴപ്പമില്ല. യെസ്, പോട്ടെ. ഓക്കെ.